ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മോര് കാച്ചിയത് തയ്യാറാക്കാം. തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മോര് കാച്ചിയതാണ്. അതിനായിട്ട് ഞാനിവിടെ നല്ല കട്ട തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വീട്ടിൽ തന്നെ ഉറയൊഴിച്ച് തയ്യാറാക്കിയ തൈരാണ്. ഇതിൽ നിന്നും 2 കപ്പ് തൈര് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ മോര് കാച്ചാനായിട്ട് നല്ല പുളിയുള്ള തൈര് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ 2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അതൊരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലെ കട്ടയൊക്കെ ഉടഞ്ഞ് നല്ല പരുവത്തിനൊന്ന് ലൂസായി കിട്ടണം. നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് റിവേഴ്സ് ബട്ടണിൽ ഒന്ന് കറക്കിയെടുത്താലും മതിയാവും. മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ ഒരുപാടിട്ട് അടിച്ചങ്ങ് പതപ്പിച്ചെടുക്കാനായിട്ട് പാടില്ല. ഇവിടെ കട്ടയൊക്കെ ഉടഞ്ഞിട്ട് നല്ല പരുവത്തിന് ലൂസായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് തൈരിന് അതേ കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളിയുടെ ഒക്കെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസാകാനും പാടില്ല, ഒരുപാട് തിക്കാകാനും പാടില്ല. അങ്ങനെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ മൺചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നത്. മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് 2 പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവയുടെ അളവ് കൂടിപ്പോകാൻ പാടില്ല കേട്ടോ, ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഉലുവ ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഉലുവയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 3 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വറ്റൽമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്തുണ്ടല്ലോ ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ വറ്റൽമുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയതും 3 അല്ലി വെളുത്തുള്ളി നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ചുവന്നുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഉണ്ടല്ലോ ലൈറ്റായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പൊടികൾ ഒട്ടും കരിയാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ കുറഞ്ഞ തീയിൽ വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന മോര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്തുണ്ടല്ലോ ഇതിൻ്റെ കളറ് വളരെ കുറച്ചായിട്ട് തോന്നുമെങ്കിലും ഇതൊന്ന് ചൂടായി വരുന്ന സമയത്തുണ്ടല്ലോ ആ മഞ്ഞളിൻ്റെ കളറൊക്കെ പിടിച്ചിട്ട് മോര് നല്ല കളറായി കിട്ടും. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മോരിൻ്റെ പുളിക്കനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ മോര് കാച്ചത് ഒരുപാട് അങ്ങ് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അല്പം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മോര് കാച്ചത് തയ്യാറാക്കുന്നത്. ഒരുപാടങ്ങ് തിക്കുമല്ല, ഒരുപാടങ്ങ് ലൂസുമല്ല. ഈ മോര് ചേർത്തതിന് ശേഷം ഒട്ടും തന്നെ തിളയ്ക്കാനായിട്ട് പാടില്ല കേട്ടോ, പിരിഞ്ഞു പോകും. അപ്പം ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാകും. ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം മോര് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ ഈ മോര് കാച്ചത് തയ്യാറാക്കാനായിട്ട്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.